അനഘ, ഇപ്പോൾ കലയുടെ സഹോദരൻ്റെ ഭാര്യയാണ് നമുക്കൊപ്പം സംസാരിച്ചത്. അപ്പോൾ പറയുന്നത് ഈ അനിലുമായുള്ള ഒരു വഴക്കിന് ശേഷം കലയെ പിന്നീട് ഇവർക്ക് കലയുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് പാലക്കാടാണ് പോയതെന്നുള്ള വിവരം ഉൾപ്പെടെ ഇവർക്ക് ലഭിക്കുന്നു. പിന്നീട് കലയുമായി കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണോ, പിന്നീടാണോ ഈ കല മരണപ്പെട്ടു എന്നുള്ള വാർത്തയടക്കം, മരിച്ചു എന്നുള്ള വാർത്തയടക്കം പുറത്തേക്ക് വരുന്നതും ഈ വീട്ടുകാരറിയുന്നതുമൊക്കെ? അതായത് ഒരു ദിവസം കല വീട്ടിലേക്ക്, അതായത് അനിലിൻ്റെ വീട്ടിൽ നിന്ന് കലയുടെ വീട്ടിലേക്ക് വരികയും ബാഗും സാധനങ്ങളും ഒക്കെ എടുത്ത് കലയുടെ വീട്ടിലേക്ക് വന്നു. അതായത് മറ്റു കാര്യങ്ങളൊന്നും അന്ന് ഈ വീട്ടുകാർ അന്വേഷിച്ചിരുന്നില്ല. പിന്നീട് ഞാനിങ്ങനെ പോവുകയാണ്, ആരുടെ കൂടെയാണ് പോകുന്നത് എന്നൊന്നും കല അന്ന് വ്യക്തമാക്കിയില്ല. അങ്ങനെ പോയി കലയുടെ അച്ഛൻ പുറകെ പോയി. ആ സമയത്ത് കല ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് മാത്രമാണ് അവസാനമായി കലയെ ഈ കുടുംബം കണ്ടത്. പിന്നീട് കലയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് കല വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു. അതായത് ഞാനിങ്ങനെ ഒരു സൂരജ് എന്ന് പറയുന്ന ഒരാളുമായി പോവുകയാണ്, ആളുടെ കൂടെ പോവുകയാണ് എന്ന് കല വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു. പിന്നീട് അത് കഴിഞ്ഞ് ഒരു തവണ കൂടി, മാസങ്ങൾക്കിടയിൽ തന്നെ ഒരു തവണ കൂടി കല വീട്ടുകാരോട് സംസാരിച്ചിരുന്നു. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചത് കലയുടെ സഹോദരൻ്റെ ഭാര്യയോടാണ്. ഭാര്യയോട് അന്ന് മാസങ്ങൾ കഴിഞ്ഞ് 2 തവണ കല അനിലിൻ്റെ സഹോദരൻ്റെ ഭാര്യയോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം പിന്നെ കലയെക്കുറിച്ച് യാതൊരു വിവരവും ഈ കുടുംബത്തിനില്ല. മാത്രമല്ല, ഇപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും ഈ അനിലിൻ്റെ സഹോദരൻ്റെ ഭാര്യ പറയുന്നത് കലയെ കൊല്ലാൻ മാത്രമുള്ള ഒരു ദേഷ്യമൊന്നും അനിലിന് അന്നുണ്ടായിരുന്നില്ല, അനിൽ അത്തരത്തിൽ ഒന്നും അന്ന് പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കല പോയതിനു ശേഷം കൃത്യം 15ാമത്തെ ദിവസം തന്നെ അനിൽ മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുകയും മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത അനിൽ എന്തിന് കലയെ കൊല്ലണം എന്നാണ് ഈ സഹോദരന്റെ ഭാര്യ അടക്കം ചോദിക്കുന്നത്. അതായത് ഇവർക്കൊന്നും അനിലിനെ കുറിച്ച് ഒരു തെറ്റായ അഭിപ്രായമില്ല. അതായത് നമ്മൾ ആ സമയത്തൊക്കെ കേട്ടത് തന്നെ കലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. കല തന്റെ ഇഷ്ടപ്രകാരം അനിലിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് കലയെക്കുറിച്ച് അനിൽ അന്വേഷിച്ചിരുന്നില്ല. 2 തവണ മാത്രമാണ് കല വീട്ടുകാരുമായി ബന്ധപ്പെട്ടത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത്തരത്തിൽ കല കൊല്ലപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വാർത്ത ഈ കുടുംബം കേൾക്കുന്നത്. മാത്രമല്ല, കല അന്ന് പോകുന്ന സമയത്ത് കലയ്ക്കയുടെ കുട്ടിക്ക് വെറും 2.5 വയസ്സ് പ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അനിലിന്റെ കൂടെയാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്. കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ ഈ കല പാലക്കാട്ടേക്ക് പോയി എന്ന് പറയുന്ന സമയത്തും അനഘ കുഞ്ഞിനെ ഭർത്താവിനൊപ്പം ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, അതായത് മകനെ 2.5 വയസ്സുള്ള മകനെ ഉപേക്ഷിച്ചിട്ടാണ് കല പോയത്. മകനെ വീട്ടിൽ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ കല ഇറങ്ങിപ്പോവുകയാണ് അന്ന്. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമായതുകൊണ്ട് തന്നെ കൂടുതലായൊരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ കല ആരുടെ കൂടെ പോയി എന്നത് ഒന്നും കുടുംബം വലിയ രീതിയിൽ അന്വേഷിച്ചിരുന്നില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഏറ്റവും പുതിയ വാർത്ത, ഈ കേസുമായി ബന്ധപ്പെട്ട് 8 മണിയോടെ SP മാധ്യമങ്ങളെ കാണുമെന്ന വാർത്തയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാനുള്ളത്. ആര്യ, എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോഴും ഈ കലയുടെ കുടുംബം പറയുന്നത് അനിൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്യില്ല എന്ന, അനിലിനെ സപ്പോർട്ട് ചെയ്താണ് ഈ കുടുംബം സംസാരിക്കുന്നത് എന്നാണ്. കാരണം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കല അനിലിനെയും ആ 2.5 വയസ്സുള്ള കുട്ടിയെയും ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നീട് പോകരുതെന്ന് പുറകെ പോയി അച്ഛൻ പറയുകയുണ്ടായി. അതൊന്നും കേൾക്കാതെ കല ഒരു ഓട്ടോയിൽ കയറി പോകുന്നതാണ്. അതാണ് കലയെ അവസാനമായി ഈ കുടുംബത്തിൽ അച്ഛൻ കണ്ടത്. നിലവിൽ കലയുടെ അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ടുണ്ട്, അമ്മയില്ല. ഈ സഹോദരനും ഭാര്യയും കുട്ടിയും ഒക്കെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ആര്യ, ശരി, അത്യന്തം ദുരൂഹതകളിലേക്ക് മറിയുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേര് കൂടി ഇപ്പോൾ കലയുടെ അനുജന്റെ ഭാര്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം അനിലിൻ്റെ
വീടിന് സമീപമുള്ള സെപ്റ്റി ടാങ്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിലും പുരോഗമിക്കുകയാണ്. സമീപത്ത് ഇപ്പോൾ 3 സെപ്റ്റി ടാങ്കുകൾ ഉണ്ടെന്നുള്ള വിവരമാണ് പ്രവീൺ പുരുഷോത്തമനും റിപ്പോർട്ട് ചെയ്യുന്നത്. 3ാമത്തെ സെപ്റ്റി ടാങ്കും പൊളിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിർണായകമായ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് ലഭിച്ചതായാണ് സൂചന.